അടിയോരുടെ പെരുമൻ എന്നറിയപ്പെട്ടിരുന്ന നക്സലൈറ്റ് നേതാവ് വയനാട്ടിലെ വർഗീസിനെ പോലീസ് വെടിവെച്ച് കൊന്നിട്ട് ഫെബ്രുവരി 18-ന് 56 തികയുകയാണ്. കൂട്ടുകാരൻ്റെ വീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്ന വർഗീസിനെ ഒറ്റുകൊടുക്കപ്പെട്ട് വീട് വളഞ്ഞ് പിടികൂടുകയായിരുന്നു. പോലീസുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ വർഗീസ് കൊല്ലപ്പെട്ടെന്ന വ്യാജ വാർത്ത പോലീസ് പ്രചരിപ്പിച്ചു. 1998-ൽ വർഗീസിനെ വെടിവെച്ച് കൊന്ന പോലീസുകാരനായ രാമചന്ദ്രൻ നായരുടെ വെളിപ്പെടുത്തൽ രാഷ്ട്രീയ കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ചു. CBI കേസ് അന്വേഷിക്കുകയും പ്രതിയായ അന്നത്തെ DYSPയും പിൽക്കാല IG-യുമായിരുന്ന ലക്ഷ്മണയെ ജീവപര്യന്തം ശിക്ഷിക്കുകയും ചെയ്തു. അന്ന് മാനന്തവാടി പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന മേൽകുന്നിൽ മാത്യു എന്ന റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ഇതിനെല്ലാം സാക്ഷിയായിരുന്നു. അദ്ദേഹം അക്കാര്യങ്ങൾ ഓർത്തെടുക്കുകയാണ്. ശേഷം അന്നേരം ഈ പറഞ്ഞ മറ്റവൻ ഒറ്റ കൊടുത്തിട്ട് പിടിച്ചതാണ്. പിടിച്ച് ക്യാമ്പിൽ കൊണ്ടുപോയിട്ട് അവരുടെ ക്യാമ്പിൽ കൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് മെസ്സേജ് തന്നു, വർഗീസിനെ പിടികിട്ടിയിട്ടുണ്ട്, ഞങ്ങളങ്ങോട്ട് കൊണ്ടുവരുവാന്ന്. അന്നേരം ഈ വിവരം DYSPനെ വിളിച്ചു പറഞ്ഞു. DYSP TV-യിലുണ്ട്. DYSP പറഞ്ഞു ആളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല, ഉടനെ പുറപ്പെടണമെന്നും പറഞ്ഞിട്ട് SCയോട് വേഗം വിളിച്ചിട്ട് SC ഞങ്ങൾ 2 ജീപ്പ് ഇവിടുന്ന് പുറപ്പെട്ടു കാട്ടിക്കുളത്തേക്ക്, തിരുനെല്ലിക്ക്. കാട്ടിക്കുളം എത്തിയപ്പം CRPക്കാർ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇവനെ കൈ മറ്റേ കുച്ചി കെട്ടിയിട്ട് ജീപ്പിനകത്തിരുത്തിയിട്ട് അവർ 2-3 പേരുമുണ്ട്, അവരുടെ കമാൻഡറുമുണ്ട്. അപ്പോഴേ തിരിക്കാൻ പറഞ്ഞ് അവരുടെ വണ്ടി തിരിച്ചു. ഞങ്ങളുടെ വണ്ടി സൈഡിൽ നിർത്തി. ഞാൻ ഇറങ്ങിപ്പോയിട്ട് ഇവനെ കണ്ടു. പിന്നെ ആളെ കണ്ടിട്ടില്ല നമ്മൾ, ഇത്രയും വലിയ പേരായിട്ട്. അപ്പോൾ കണ്ടിട്ടില്ലെന്ന് ഞാനൊന്ന് പോയി കണ്ടു. അപ്പോൾ കൈ കൂട്ടി കെട്ടിയിട്ടുണ്ട്. കൈ കെട്ടിയിട്ട് CRPക്കാരെല്ലാം നടത്തിരുത്തിയിട്ടുണ്ട്. കണ്ടിട്ട് ഇനി ഒന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പം ഇയാൾ DYSP ചോദിച്ചു, ഇയാളെ ഇവനെ കൊല്ലാൻ പോവാൻ ഞങ്ങളുടെ വണ്ടിയുടെ അടുത്ത് വന്നിട്ട് കൊല്ലാൻ പോവാണ്, നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്ന് വെച്ചാൽ ആരും ഒരു അഭിപ്രായം പറഞ്ഞില്ല. എന്നാൽ പോട്ടെന്ന് പറഞ്ഞിട്ട് നേരെ മറ്റവരോട് വണ്ടി തിരിക്കാൻ പറഞ്ഞിട്ട് ക്യാമ്പിലേക്ക് പോയി. ഇവരുടെ അമ്പലത്തിൻ്റെ അടുത്ത് ഒരു ടെൻറ്റ് കിട്ടിയിട്ടുള്ള ക്യാമ്പ്. അവിടെ ചെന്ന് കുറേ സംസാരിച്ചിട്ട് ഇവനോട് ചോദ്യം ചെയ്യലൊക്കെ ചെയ്തിട്ട് ഒന്നുമില്ല. ഇവനൊരു ടെർലിൻ ഷർട്ടും നിക്കറും ഒരു കാക്കി നിക്കറും ഒരു ഡയറിയും ഒരു പേനാക്കത്തി ഒരു പേനായും ഉണ്ട്, മലപ്പുറം കത്തി ഒരെണ്ണം കയ്യിലുണ്ട്, വേറെ ഒന്നുമില്ല. ഇത് മാത്രമേ ഇവൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അത് 4 പേരായിരുന്നല്ലോ ഇവർ. തലേ ദിവസം CRP ആയിട്ട് ഏറ്റുമുട്ടി, അങ്ങേ മലയ്ക്ക് ഇന്നേ മലയ്ക്ക് നിന്നു. അങ്ങനെ വെടിവെച്ചപ്പം ഇവരുടെ മത്തായി എന്ന് പറഞ്ഞവൻ്റെ കാലട്ടവൻ്റെ കൊണ്ടു. അപ്പോൾ അവർക്ക് പേടിച്ചിട്ട് ഓടി 4 പേരും 4 പാടുമായി 3 പേർ സ്ഥലത്തായിട്ട് തിരിഞ്ഞു പോയി. അതിൽ മത്തായിയും വാസുവും ഒന്നിച്ചായിരുന്നു. ആ തോക്ക് മത്തായിയുടെ കയ്യിലായിരുന്നു, ഡബിൾ അടിയാരുടെ അടുത്ത് നിന്നെടുത്ത തോക്ക്. അത് പൊട്ടിപ്പോയി വീഴ്ചയിൽ, ഈ ടിഗറിൻ്റെ അവിടെ നിന്ന് പൊട്ടിപ്പോയി. ആ 2 കഷ്ണവും എടുത്തിട്ടാണ് ഇവർ ഓടിയത്. വാസുവും ഓടി. അന്ന് രാത്രി എവിടെയോ കഴിച്ചു കൂട്ടിയിട്ട് ഒരു ഇങ്ങേ മലയുടെ ഒരു ഗുഹയുണ്ട്, വെള്ളം വരുന്ന സ്ഥലം, തോട. അവിടുന്ന് വലിയ മലയുടെ മുകളിലാണ് ഒരു പാറക്കൂട്ടത്തിനടുക്ക് കൊണ്ട് ഈ തോക്ക് ഒളിച്ചു വെച്ചിട്ടാണ് ഇവർ പുറപ്പെടുന്നത്. നടന്നിട്ട് ഫസ്റ്റ് ബസ്സിന് ഇവർ മാനന്തവാടിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് കയറി. മുണ്ടൊക്കെ മുടി കെട്ടിയിട്ടാണെങ്കിലും ഇന്ന് ഇവിടെ എത്തിയപ്പം ജ്വരത്തിന് മുകളിലൊരു സ്ഥലമുണ്ടല്ലോ, അതിൻ്റെ പേര് മറന്നു. അവിടെ ഒരു പോലീസ് സ്റ്റേഷനൊക്കെയുള്ള സ്ഥലമുണ്ട്. ബസ് വെള്ളം കുടിക്കാനും ചായ കുടിക്കാനൊക്കെ നിർത്തുന്ന ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നു. അവിടെ നിർത്തും. സാധാരണ എല്ലാ വണ്ടിയും നിർത്തുന്ന അവിടെ നിർത്തിയപ്പം ഈ മത്തായിനെയും വാസുവിനെയും അറിയുന്ന ആളുണ്ടായിരുന്നു. എത്ര മൂടി കെട്ടിയിട്ടും ആളെ മനസ്സിലായി. ഇവർ ഇറങ്ങിച്ചെന്ന് പറഞ്ഞു, ഇന്നാലെ 2 പേര് മറ്റേ നക്സൽ വർഗീസിൻ്റെ കൂട്ടുകാർ 2 പേരുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോഴേ പോലീസ് വന്നിട്ട് ഇവരെ 2 പേരെയും പിടിച്ചു വിട്ടു കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിലാക്കിയിട്ട് മാനന്തവാടിക്ക് മെസ്സേജ് തന്നു.
മാനന്തവാടി സ്റ്റേഷനിലേക്ക്. ഇങ്ങനെ വർഗീസിൻ്റെ കൂടെയുള്ള 2 പേര് വാസു മത്തായി മത്തായി അതിന് ഒരു 2 ആളെ പിടികിട്ടിയിട്ടുണ്ട് ബസ്സിൽ നിന്ന്. അപ്പോഴേ ഇവിടുന്ന് ജീപ്പ് പോയിട്ട് കൊണ്ടുവന്നു ഇവരെ. അവിടുന്ന് കൊണ്ടുവന്നിട്ട് ടി വിയിലായിരുന്നു ചോദ്യം ചെയ്തിട്ട് ഒരു ചോദ്യം ചെയ്തില്ലും ഒരക്ഷരം മിണ്ടിയല്ല, ഒരക്ഷരവും പറഞ്ഞിട്ടില്ല. ലാസ്റ്റ് നമ്മളെ മെസ് പി ഉണ്ടല്ലോ, അവിടെ ക്വാർട്ടേഴ്സിൽ നിന്ന് അവിടെ മെസ്സ് നടത്തുന്നുണ്ടായിരുന്നു. മെസ്സിൽ നിന്ന് കുറേ കുരുമുളകല്ല മറ്റേ മുളക് പൊടി കൊണ്ടുപോയിട്ട് കണ്ണിലിട്ട് ബെഞ്ചൊക്കെ കെട്ടിയിട്ട് മത്തായി കാലും കൈയും ബെഞ്ചൊക്കെ കൂട്ടി കെട്ടിയിട്ട് കണ്ണിലിട്ട് അതോടുകൂടി മൂത്രവും തൂറും മലവും ഒന്നിച്ചു പോകാൻ തുടങ്ങി. അപ്പം വിളിച്ചു പോകാൻ ഇല്ല ഞാൻ ആ തോക്ക് വെച്ചേക്കണത് പൊട്ടിപ്പോയി ഇന്നോടത്ത് എല്ലാം ക്ലിയറായിട്ടാണ് പറഞ്ഞു. അപ്പോഴേ നമ്മളെ വിളിച്ചു, സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു. ഉച്ചയായപ്പോഴത്തേനും കൊണ്ടുപോകാൻ ഇവനെ കൊണ്ടുപോയിട്ട് തോക്കെടുക്കണം ഏൽപ്പിക്കണം പറഞ്ഞ് വലിയ വണ്ടിയുണ്ട്, വണ്ടിയിൽ കൊണ്ടു ചെന്നിട്ട് ഇവരെ 2 ഇല്ല, വാസു കയറ്റിയിട്ടില്ല, മത്തായിനെ മാത്രം കയറ്റി തുടലിട്ട് ക്രൈംബ്രാഞ്ചിൻ്റെ പോലീസുകാരുണ്ട്, അവരാ പിടിച്ചിരിക്കുന്നു. ചായത്തോട്ടത്തിന് അവിടെ ചെന്നു, മറ്റേ ആ സ്ഥലം തലപ്പുഴ, അതിൻ്റെ ചായൻ്റെ മുകളിലാണ്, അവിടെ ആ മലയുടെ മുകളിലാണ് സംഭവം. ചായത്തോട്ടം വരെ വണ്ടി പോയി. ആ വണ്ടിയിൽ നിന്ന് ഞങ്ങൾ ഇവനെയും കൊണ്ട് തോടലുമായിട്ട് CK മുഹമ്മദ് SI ഉണ്ട്, ഞങ്ങൾ 4 പോലീസുകാരും ഉണ്ട്, കയറി ആ മല കയറി ചെന്ന് മുകളിൽ ചെന്ന് ആ ഗുഹയിൽ ചെന്നിട്ട് തോക്കെടുത്ത് കാണിച്ചു തന്നു. തോക്ക് വെച്ചത് 2 കഷ്ണം ടിഗറിൻ്റെ അവിടെ നിന്ന് പൊട്ടിപ്പോയി. ആ കഷ്ണം തോക്കും എടുത്തിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും വേറൊരാളെ, ഇവൻ്റെ കൂട്ടുകാരുടെ ഒരാളുണ്ട്, എന്നാ അവൻ്റെ പേര് ഞാൻ മറന്നുപോയി, അവനെ ചായത്തോട്ടത്തിൽ നിന്ന് പെണ്ണുങ്ങൾ വളഞ്ഞു. അവിടുന്ന് പെണ്ണുങ്ങൾ കംപ്ലീറ്റ് മൂടിക്കിടക്കുകയായിരുന്നു. എനിക്ക് ഒറ്റപ്പെട്ടു പോയി. വെള്ളമില്ല, ഒന്നുമില്ല, തലേദിവസം മുതലൊന്നുമില്ല, ഭക്ഷണവുമില്ല. പിടികൊടുക്കാൻ തന്നെ കിടന്നതാണ്. അത് പെണ്ണുങ്ങളെ കാണാൻ കംപ്ലീറ്റ് മൂടിക്കിടന്നു. ഇപ്പം പെണ്ണുങ്ങൾ അങ്ങനെ വളഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ നോക്കുമ്പം ഈ ആൾ കാണുമ്പോൾ അപ്പോൾ ആ പെണ്ണുങ്ങൾ പറഞ്ഞ് ഇന്നപോലെ ഒരു ആൾ ഇവിടെ കംപ്ലീറ്റ് മൂടിക്കിടപ്പുണ്ട്. അതിന് ഞങ്ങൾ നോക്കുമ്പോൾ ഈ പറഞ്ഞ ആൾ തന്നെ, ഇവൻ്റെ കൂടെയുള്ള തലേ ദിവസം ഒറ്റപ്പെട്ടു പോയത്. അങ്ങനെ അവനെയും വണ്ടിയെ കയറ്റി. വണ്ടിയിലുള്ളൊരു ചിലരൊക്കെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു ഇവനെ, തോക്കിൻ്റെ പാത്തിക്ക് ഇടിച്ചിട്ടും കുത്തിയിട്ടൊക്കെ. അത് ഓരോ ഇതാണല്ലോ, അവർക്ക് ഓരോരുത്തർ ഇൻട്രസ്റ്റാണ് ചെയ്തുകൊണ്ടിരുന്നത്. മാനന്തവാടി കൊണ്ടുവന്ന് മറ്റേ TV കൊണ്ടുപോയി അവനെ ചോദ്യം ചെയ്യലിനായി വെച്ചു. അന്ന് അങ്ങനെ ഇവരൊറ്റപ്പെട്ടു പോയി. ഇവർ 3 ആളെയും TV കിട്ടി. പിറ്റേ ദിവസമാണ് അവരെന്നിട്ട് TV തന്നെ കിടക്കുക, അറസ്റ്റൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. പിറ്റേ ദിവസം വെളുപ്പിനാണ് ഈ പറയുന്നത് വർഗീസിനെ പിടിച്ചെന്നും പറഞ്ഞിട്ട് മെസ്സേജ് വരുന്നു. വർഗീസ് ഒറ്റപ്പെട്ടു പോയായിരുന്നു. അങ്ങനെ ആ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയപ്പോൾ കൂട്ടുകാരനെ ഒറ്റിക്കൊടുത്ത് പിടിച്ചു. അങ്ങനെ കൊണ്ടുപോയി വൈകുന്നേരമായപ്പം ക്യാമ്പിൽ കൊണ്ടുപോയി തിരിച്ചു ഞങ്ങൾ പോന്നു. SIയും പോലീസുകാരും പോന്നു. മറ്റേ ലക്ഷ്മണ പോന്നിട്ടില്ല, അവിടെയുണ്ട്. ലക്ഷ്മണയും വണ്ടിയുണ്ട്, ഒരു ജീപ്പും 2 പോലീസുകാരും ഉണ്ട്. ഞങ്ങൾ പോന്നു. അപ്പോഴത്തേനും കാട്ടിക്കുളത്ത് ഈ CRPനെ കൊണ്ടുപോയി നിരത്തിയായിരുന്നു. അവിടുന്ന് ഒരു വാഹനവും ഒരു മനുഷ്യനെ അങ്ങോട്ട് വിടണ്ടെന്ന് പറഞ്ഞിട്ട് അന്ന് രാവിലെ പോയി. ഇവരെ മടക്കി കൊണ്ടുപോയതിന് ശേഷം ആൾക്കാർ വരാൻ തുടങ്ങി, വണ്ടിയും വാഹനവും ജീപ്പും ഒക്കെ ടൗണിൽ നിന്ന്. അതൊന്നും വിട്ടിട്ടില്ല, അവരെ തടഞ്ഞു മടക്കി വിട്ടു. അതിനുശേഷമാണ് വൈകുന്നേരം 6 മണിക്ക് പുറപ്പെട്ടു. CK മുഹമ്മദ് പറഞ്ഞ് കയറാൻ പറഞ്ഞ് ഞങ്ങൾ കയറി. അവിടെ ചെന്നു ക്യാമ്പിൽ കുറച്ചു നേരം ക്യാമ്പിൻ്റെ പുറത്ത് നിന്നു. അത് കഴിഞ്ഞ് CK മുഹമ്മദ് SI അങ്ങോട്ട് ഈ ലക്ഷ്മണിയായിട്ട് കുറേ സംസാരിച്ചതിന് ശേഷം ഇവനെ കണ്ണ് കെട്ടിയിട്ട് തോളത്ത് കൊണ്ട് കണ്ണ് കെട്ടിയിട്ട് കൈ പുറകോട്ട് കെട്ടിയിട്ട് 2 CRPക്കാർ പിടിച്ചിട്ട് ജീപ്പെ കയറ്റി. വേറെ 2 പോലീസുകാർ 2 CRPക്കാരെയും വിളിച്ചു.
ഇട്ട് വെച്ച് 4 പേരെ കൊണ്ട് ഇവനെയും വെച്ചിട്ട് കുറച്ചിങ്ങോ വന്നിട്ട് ആ പാറയില്ലേ നിങ്ങൾ പറഞ്ഞ പാറ, ആ പാറയുടെ അടുത്ത് റോട്ടിൽ വണ്ടി നിർത്തി. ഞങ്ങളും വണ്ടി അവിടെ നിർത്തിക്കളഞ്ഞ് ഇവനെ ഈ 4 പോലീസുകാരെ ഈ CRPയുടെ തോക്കുകൊണ്ടുള്ളൂ കൂട്ടിയിട്ട് ഈ ലക്ഷ്മണ മുകളിലോട്ട് കയറി ആ പാറയുടെ അടുത്ത് ചെന്നപ്പം അപ്പം നിർത്തിയിട്ട് പറഞ്ഞു, അവർ നിരന്ന് നിന്നിട്ട് ചോദിച്ചു, ആരാ നിങ്ങൾ ഈ ഇവനെ വെടിവെക്കാൻ തയ്യാറുള്ളത് ചോദിച്ചു. അപ്പം കൈവന്തിക്കാൻ പറഞ്ഞു. 3 ആളും കൈവന്തിച്ചു. ഈ രാമേന്ദ്രൻ നേരെ കൈവന്തിച്ചില്ല. ആ അത് ശരി, നീ നിനക്ക് മടിയാ, നിങ്ങൾ മറ്റൊരു താത്തിക്കും. ഇവനെ അവനോട് പറഞ്ഞു, നീ വെക്കണം, നീ തന്നെ വെടിവെക്കണം, ഇല്ലെങ്കിൽ നാളെ പേപ്പറിൽ വരും മറ്റേ വർഗീസുമായിട്ട് ഏറ്റുമുട്ടിയിട്ട് ഒരു പോലീസുകാരൻ മരിച്ചു, മറ്റേ വർഗീസും മരിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വെടിവെച്ചു, തമ്മിൽ വെടിവെച്ച് മരിച്ചു എന്ന് നാളത്തെ പേപ്പറിൽ വരുന്നേ, മര്യാദയ്ക്ക് നീ വെച്ചോളാൻ പറഞ്ഞിട്ട് അവനെ കൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ട് അവനെ പിന്നെ വെക്കാതിരിക്കാൻ നിർത്തിയില്ല, അല്ലെ അവനെ കൊല്ലും. ഈ പറഞ്ഞ പോലെ റിപ്പോർട്ടും കൊടുക്കും. അങ്ങനെ കൊടുത്ത് വെടിവെച്ചു. നേരെ തൊട്ട് നിന്നുണ്ടല്ലേ ഇവിടെ തന്നെ വെടിവെച്ച് ഈ ഇടത്തെ മലയ്ക്ക് താഴെ ഇവിടെ ഒരു ചെറിയ പാടേ ഉണ്ടാവുള്ളൂ, പുറത്ത് പരന്നു പോവും. 303യുടെ സ്വഭാവം. അങ്ങനെ അവന് വെടിവെച്ച് കഴിഞ്ഞ് വീണ് കിടന്നിട്ട് കമന്ന് കിടന്നിട്ട് അടി ഈ മറ്റേ പണിയരുടെ അടുത്തുനിന്ന് പഴയ തോക്കിൻ്റെ അവർ ഉപേക്ഷിച്ചത് പിടി മാത്രം, ബാരലിൻ്റെ അവിടെ ഇല്ല, പിടി കൊളുത്തിൻ്റെ ഇപ്പുറത്തോട്ടുള്ള പിടി മാത്രമേ എവിടുന്നോ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ക്രൈംബ്രാഞ്ചിൻ്റെ പോലീസുകാരെ കൊണ്ട്. അത് കൊണ്ടുവന്നിട്ട് പിടിപ്പിച്ചു. ഇവൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് കടത്തി, ചെരിച്ച് കടത്തിയിട്ട് ഒരു ഭാഗം ചെരിച്ചാൽ കടത്തി. CRPക്കാരെ 2-3 ആളെ കൊണ്ടുവന്നിട്ട് കാവലും നിർത്തി വട്ടത്തിൽ. ഒരു മനുഷ്യനെ കയറ്റാൻ പാടില്ലെന്നും ഈച്ചനെ വരെ കയറ്റാൻ പാടില്ലെന്ന് ഓർക്കും. വഴിയിനെ വിടുന്നില്ല, ഈ കാട്ടിക്കൂടെ വന്നാലും കയറ്റി വിടാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പോയി. എന്നിട്ട് ഇയാൾ ഒരു വെടിവെപ്പും കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോന്നു. CRPക്കാരെ കാവൽ നിർത്തിയിട്ട് ഞങ്ങൾ സ്റ്റേഷനിലേക്ക് മടങ്ങി ചെല്ലുമ്പം വണ്ടിക്കാരും ഇതെല്ലാവരും പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു റിപ്പോർട്ട് കിട്ടാൻ. അപ്പം റിപ്പോർട്ട് കൊടുത്തു CK മുമ്പ്. രാവിലെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഒന്നുമില്ല, ആരും കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. ഒരുപാട് ഫോണും എല്ലാം വന്നു. അപ്പം വൈകുന്നേരം പത്രക്കാർക്ക് ഈ CK മുമ്പതാണ് കൊടുക്കുന്ന റിപ്പോർട്ട്. വർഗീസിൽ ഒരു പോലീസുകാരുമായിട്ട് ഏറ്റുമുട്ടി, CRPക്കാരുമായിട്ട് ഏറ്റുമുട്ടിയിട്ട് മരിച്ചു പോയിരുന്നു. അങ്ങനെയാണ് അവരെഴുതിയെടുക്കുന്നത്. ഇയാളീ പറഞ്ഞത് എഴുതിയെടുത്ത് ദിവസത്തെ പേപ്പറിൽ വന്നേക്കണത് ഇതേപോലെ തന്നെ പോലീസുമായിട്ട് ഏറ്റുമുട്ടി വർഗീസ് മരിച്ചു എന്നാണ് ദിവസത്തെ പേപ്പറിൽ വന്നു. DIGക്ക് റിപ്പോർട്ട് കൊടുത്തു രാവിലെ, ഇങ്ങനെ വർഗീസ് മരിച്ചിട്ടുണ്ടെന്ന്. DIG കോഴിക്കോട് നിന്ന് വന്നു. അയാൾ ഒരു 9 മണിയായപ്പം അന്നേരം ഞങ്ങളവിടെ ഉണ്ട്. എൻ്റെ കാലൊക്കെ അതിനകത്തുണ്ട്, അവരുടെ പത്രത്തിൽ കണ്ടായിരുന്നു. കോൺസ്റ്റബിളും ഇതൊക്കെ ദേഹം എടുക്കേണ്ട, ശരീരം പോലീസുകാരും പെടാൻ പാടില്ല എന്ന് അവരോട് പറഞ്ഞു. എന്നിട്ടും അവർ ശകലം പെടുത്തി പോലീസുകാരുടെ എൻ്റെ ഈ അരയ്ക്ക് മുട്ടുവരെ ഉണ്ടായിരുന്നു. DIG ഒന്ന് കണ്ടു വെച്ചു. അയാൾ ഒന്ന് താഴെ പോയി റിപ്പോർട്ടൊന്നും കൊടുത്തില്ല. അയാൾ കണ്ടുവെച്ചെങ്ങ് പോയി. അതിനുശേഷമാണ് പോസ്റ്റ്മോർട്ടത്തിനുള്ള ഏർപ്പാടൊക്കെ ആക്കി. ഉച്ചയായപ്പോൾ ഒരു മനുഷ്യനെ കാണിച്ചിട്ടില്ല. വലിയ വണ്ടിക്ക് നമ്മുടെ കൂടുവണ്ടിയെ കയറ്റി ആശുപത്രി കൊണ്ടുവന്ന് ആശുപത്രി പരിസരത്തെല്ലാം പോലീസ് നിറച്ചു. ഒരു മനുഷ്യനെയും കാണിച്ചിട്ടില്ല, ബോഡിയും കാണിച്ചിട്ടില്ല. എന്നിട്ട് ബന്ധുക്കൾ, ഒരു വെള്ളമുണ്ടയാണ് എൻ്റെ വീട്, വെള്ളമുണ്ടയിൽ നിന്ന് ബന്ധുക്കൾ വന്നു. ബന്ധുക്കൾക്ക് ബോഡി തരാമെന്ന് പറഞ്ഞു. ഒരു മനുഷ്യനെ കാണിക്കാനും വേണ്ട, അടക്കാനും വേണ്ട, കുഴി തീർത്തോ നിങ്ങളുടെ പറമ്പിൽ തന്നെ കുഴിച്ചിടണമെന്ന്. അങ്ങനെ വെള്ളമുണ്ട് അവരുടെ പറമ്പിൽ തന്നെ കുഴി കുത്തിയിട്ട് അവിടെ ഈ പോലീസ് വണ്ടിയെ കൊണ്ടുപോയി അവിടെ കുഴിച്ചിട്ടിട്ട്
പോലീസ് അവിടെ കാവലുമായി. ആരെങ്കിലും അങ്ങോട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കാൻ പറ്റിയിട്ട് 2 ദിവസം പോലീസും അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ അവിടുത്തെ പോലീസിൻ്റെ കാവൽ നിർത്തി. പിന്നത്തെ സംഭവം ഇത്രയേ ഉണ്ടായി. അന്നത്തെ സംഭവം